മന്ത്രി സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞത് താൻ ആദ്യം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി, പക്ഷെ അവിടുന്ന് മരിക്കുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ട് അതിപ്പോൾ സജി ചെറിയാൻ മാത്രമാണ്. നിങ്ങളെ കൊണ്ടുവന്ന ആശുപത്രിയുടെയാണ്. നിങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും തോന്നുകയാണ് ഇവിടുത്തെ ചികിത്സ പോലെ കുറച്ചുകൂടെ കൂടിയ കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആശ്രയിലേക്ക് മറ്റു സ്ഥലത്തേക്ക് കൊണ്ട് അതൊരു കുറ്റമാണ്. എന്താ സജി ചെറിയാൻ എന്ത് പറഞ്ഞ് വിവാദമാണെന്ന് നിങ്ങൾ പറയുന്നു. അതിൽ ഞാൻ നോക്കിയിട്ടൊരു വിവാദം കാണുന്നില്ല. ഒരാൾക്ക് അല്ല, ഞാൻ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അതല്ല, അങ്ങനെയല്ല, എല്ലാം ഉണ്ടെന്നല്ലല്ലോ പറയുന്നത്. പാവപ്പെട്ടവരായ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ 6 മണി വരെ, പണ്ട് രാവിലെ വന്ന ഒരു ചുമന്ന വെള്ളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കുപ്പിക്കകത്ത് ചുവന്ന വെള്ളം കലക്കി വയ്ക്കും. ഈ ചുവന്ന വെള്ളമാണ് എല്ലാ രോഗത്തിനും കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറി ഡോക്ടർ എഴുതുന്ന മരുന്ന് അവിടുത്തെ ഡിസ്പെൻസറിയിൽ നിന്ന് തന്നെ വാങ്ങാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ രക്തം പരിശോധിക്കാം. എൻ്റെ മണ്ഡലത്തിൽ നിങ്ങൾ നോക്കിയാൽ വെറുതെ പറയുന്നതല്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രക്തം പരിശോധിക്കാം. പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ എക്സ്റേ വരെ വയ്ക്കാൻ പോകണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. രാവിലെ മുതൽ ഡോക്ടർമാരുണ്ട് 6 മണി വരെ. വളരെ നല്ല സേവനം അവിടെ കാഴ്ചവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൽ ഇവിടെ സൗകര്യം പട്ടാഴി പഞ്ചായത്തിൽ എന്താ പദ്ധതി എന്നറിയാം. നേഴ്സുമാർ വീട്ടിൽ ചെല്ലും. ഇപ്പം മെഡിക്കൽ കോളേജിൽ പോയി ഒരു സഹോദരി കാല് അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ കാല് മുറിച്ചു അല്ലെങ്കിൽ വന്നു, ആ മുറി വെച്ച് കെട്ടിക്കൊടുക്കാൻ എല്ലാ ദിവസവും അവിടെ പോകും. അത്ര നല്ല സർവീസാണ്. നമ്മൾ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ല, നിങ്ങളങ്ങനെ എല്ലാം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അല്ല, സ്വകാര്യ ആശുപത്രിയിലുള്ള പല സംവിധാനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. കാരണം കൂടാനുകൂടി വിലയുള്ള പല സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. അത് വെച്ച് പുതിയ സയൻസിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അവർ ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഒന്ന് ലിവർ മാറ്റി വയ്ക്കണം, സർക്കാർ ആശുപത്രിയിൽ സംവിധാനം ഇല്ലയെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണെന്ന് അന്വേഷിക്കും, അവിടെ പോയി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, മാറ്റി വയ്ക്കണം. അതിന് സ്വകാര്യ നമ്മൾ പ്ലെയിനും കാറും ഒക്കെ ഓടിച്ചിട്ട് മത്സരിച്ച് ആംബുലൻസിലേക്ക് കൊണ്ട് നിങ്ങളെല്ലാം കൂടെ പോകുന്നതല്ലേ? സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നൊരു കാര്യം, സർക്കാർ ആശുപത്രിയിൽ കിടത്താം. അല്ല, നമ്മളത് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ സത്യസന്ധമായൊരു കാര്യം പറയും, അതിനെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹം വിവാദം. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാലും ഇതൊക്കെ വിട്ടിട്ട് ഈ ടൂറിസമൊക്കെ വിട്ടിട്ട് നിങ്ങൾ അയാൾ വിവാദം ഉണ്ടാക്കിയെന്ന് പറയും. ഞാൻ വിവാദം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ഞാൻ തുറന്ന് രാഷ്ട്രീയക്കാരെന്നുള്ളതൊക്കെ മാറ്റി വയ്ക്കുക. എന്താണ് വീണ ജോർജ് ചെയ്ത കുറ്റം എനിക്ക് മനസ്സിലായില്ല. ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തത പറഞ്ഞാൽ സാധാരണ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് എല്ലാ സൗകര്യമുണ്ട്. ഉയർന്ന അടുത്ത് മെഡിക്കൽ കോളേജിലും അതിൻ്റെ സൗകര്യങ്ങൾ അവിടെ. പിന്നെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന പോലെയല്ല. പൈസ കൊടുത്ത് സ്വകാര്യ ആശുപത്രി എണ്ണം കുറവാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എന്തെല്ലാം രോഗങ്ങൾ, എത്രയധികം ജനങ്ങൾ, അതെല്ലാം കാണാതെ പോകുന്നത് എന്താണ്? ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ ഈ കാണുന്ന എല്ലാ ദിവസവും നടന്നു പോകുന്ന ഈ നന്മ കാണാതെ പോകുന്നത് എന്താണ്? മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആശ്രയ കേന്ദ്രം, സാധാരണക്കാർ പോകുന്ന ഏറ്റവും വലിയ ആശുപത്രിയില്ലേ. പിന്നെ അവിടെയും നിവൃത്തിയില്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി അല്ല, അവിടെ ഈ രോഗത്തിന് ഇവിടെ ചികിത്സിച്ചാൽ മതിയാവുകയില്ല. ഇതിനൊരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടനെ എടുത്ത് എറണാകുളത്തോ കോട്ടയത്തോ എവിടെയെങ്കിലും ഉള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. മന്ത്രി സജി ചെറിയാൻ ഡെങ്കിപ്പനിയായിട്ടായിരുന്നു അഡ്മിറ്റ് ആയത്. ഡെങ്കിപ്പനി വന്നാൽ മരിക്കാൻ സാധ്യതയുണ്ട്, അറിയാം. മരിച്ചില്ലല്ലോ എന്ന് സന്തോഷിക്കാം. അല്ല, ഡെങ്കിപ്പനിയൊക്കെ മെഡിക്കൽ ഇല്ലെന്നല്ല പറഞ്ഞത്. ഡെങ്കിപ്പനിയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. വിപ്ലവകാരിയായ പ്രേമചന്ദ്രൻ മാതൃഭൂമി പത്രത്തിലൊരു ലേഖനമുണ്ട്. അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്ന് മരിക്കാൻ കിടക്കുമ്പോൾ കിംസ് ആശുപത്രിയിൽ സായിബാബയെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രേമചന്ദ്രൻ സായിബാബയെ കണ്ടു എന്നുള്ളൊരു വലിയ വിവാദമല്ലേ. അദ്ദേഹത്തിന് എഴുതിയാണല്ലോ മരണത്തോട് മല്ലടിച്ച് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. അദ്ദേഹം ഒരു ഫുൾ പേജ്, മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, അകത്തുള്ള പേജിൽ അദ്ദേഹം വർഷങ്ങളും കഴിഞ്ഞ് ഡെങ്കിപ്പനി വന്ന് ഞാൻ മരണത്തോടടുത്ത്, എൻ്റെ ഓർമ്മ പോയി, ബന്ധുക്കളെല്ലാം ആ കിടക്കുന്ന അവതാവസ്ഥയിൽ ഞാൻ സായിബാബയെ കണ്ടു, എനിക്ക് രോഗത്തിൽ ഞാൻ തിരിച്ചു വന്നു, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പ്രേമേന്ദ്രനാണ്. അപ്പോൾ അത് കുഴപ്പമില്ലേ? ഇയാളെന്ത് പറഞ്ഞ സജി ചെറിയാൻ പറഞ്ഞ എനിക്ക് സൂക്കേട് കൂടിയപ്പോൾ വേറെ ആശുപത്രി കൊണ്ടുപോയി, പിന്നെ കുറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ തെറ്റാണ്. ഇതിങ്ങനെ പോയാൽ മതി. നമ്മൾ ഇനിയും ഈ മേഖല അതൊക്കെ മെച്ചപ്പെടും. അതൊക്കെ ഒരു ദിവസം കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല. MA ബേബി പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞ എന്താണ്? എല്ലാം തികഞ്ഞു എന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മനസ്സിലാക്കുക. നമ്മൾ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. MA ബേബി വളരെ ശരിയല്ല പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല, കാര്യങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ 6 മണി വരെ ഡോക്ടറുണ്ട്, രക്തം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്, മരുന്നുകളെല്ലാം ഉണ്ട്, നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു ചെറിയ അപാകത, ആ അപാകതയിൽ പിടിച്ചിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റി ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേല, അത് നല്ലൊരു വേലയല്ല. സജി ചെറിയാൻ എനിക്ക് അസുഖം കൂടിയപ്പോൾ എന്നെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, ഞാൻ മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരത്തെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊറോണ കാലത്ത് കിടന്നത്. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുമെന്ന് ഞാനും വിചാരിച്ചല്ല.
അപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഇനി വീട് വിറ്റിട്ടാലും വേണ്ടിയില്ല, ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകണമെന്നില്ല ചിന്തിക്കുക. ഏറ്റവും ഔകര്യമുള്ള സ്ഥലത്തുകൊണ്ട് എങ്ങനെയും ജീവൻ എടുക്കണമെന്നാണ്, ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു. എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞേ, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി. ഇനിയുമുണ്ട്, എങ്ങനെ തീരും? പുതിയ രോഗങ്ങൾ വരില്ലേ? പുതിയ രോഗങ്ങൾ വരില്ലേ? ഇപ്പം നിപ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റായത്. അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാർ എല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. എല്ലാവരും കൂടി ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകോർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു വലിയ ഹബ്ബായി മാറണം. അതാണ് ലക്ഷ്യം. നമ്മളതാണ് കാണേണ്ടത്. അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാം ചാനലുകൾ ലോകം മുഴുവൻ കാണുന്നില്ലേ, നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ, കൊറോണ കാലത്ത് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തില്ലേ മനുഷ്യൻ? ആലോചിച്ചു, എത്ര നല്ല മെഡിക്കൽ കെയറാണെന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോരുത് എന്നും. കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിൻ്റെ ബാക്കിലും ഇരുന്ന് ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കുകയായിരുന്നു. ഇവിടെ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചോ? എങ്ങനെങ്കിലും എനിക്ക് കേരളത്തിനുള്ളൊന്ന് കയറി പറ്റിയാൽ മതി. തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ വന്ന് ഇവിടെ വലിയ വഴക്കായിരുന്നല്ലോ, വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നില്ല. അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി വിടണം. ഓർമ്മയുണ്ടോ എല്ലാവരും കേരളത്തിലേക്ക് ഒഴുകിയത്? ആ സമയത്ത് ആരും ആരോഗ്യ മേഖലയെ കുറ്റം പറഞ്ഞിട്ടില്ല. അതെ, എപ്പോഴും പറയുന്നതിന് അതൊക്കെ ചെയ്താണല്ലേ ഇപ്പൊ കുറ്റം പറയേണ്ട കാര്യം എന്താണ്? ഇപ്പൊ കുറവെന്താ? കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ അവിടെ വന്നപ്പോൾ ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതല്ലേ അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇതിനടിയിൽ നിന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അവരൊരു വനിതയാണ്, അവർ ഒരു സാധാരണ സ്ത്രീയാണ്, അവർ സാധാരണ ജനപ്രതിനിധിയാണ്. അവർ മന്ത്രി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നുള്ള ആളല്ലല്ലോ അത് ഈ വിഷയത്തിൽ. അതുകൊണ്ട് അവരൊരു പ്രതിഷേധിക്കുന്നതിൽ ഒരു ആവശ്യമില്ല. ഒരു പ്രതിഷേധം, നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റം ചെയ്തിട്ടില്ല, അവർ രാജിവെക്കേണ്ടത്. പിന്നെ എന്തിനാ ഇവർക്ക് ആവശ്യം എന്താ? അവരുടെ വീട്ടിൽ നഷ്ടം സംഭവിച്ചത്. ഇതെല്ലാവരും ഓർക്കുക. ഇപ്പോഴത്തെ പല സമരങ്ങളും പല രീതികളും ശവപ്പെട്ടിക്കാരൻ്റെ മനോഭാവമാണ്. സലീംകുമാർ ഒരു പടത്തിൽ മണിയടിക്കുമ്പം മേരിക്കൊണ്ടൊരു കുഞ്ഞാട് വള്ളിയിൽ മരണത്തിൻ്റെ മണി അടിച്ചാൽ വലിയ സന്തോഷം, ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ. ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളത്. അവസാനം ഒരു മണി അടിക്കും സലീംകുമാറിൻ്റെ അടുത്ത്, അത് സ്വന്തം മകൻ്റെ വേണ്ടിയുള്ള പെട്ടികളുള്ള മണിയായിരുന്നു. അതുപോലെയാണ് ഈ ഇവിടുത്തെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ബിന്ദു മരിച്ചു, ബിന്ദുവിൻ്റെ മക്കൾക്കോ ഭർത്താവിനോ അവർ സംതൃപ്തരാണ്, അവർ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തരാണ്, മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെയും ഇവർക്കെന്താ സമരം?